നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം. അവിടെ 4 ശ്ലോകങ്ങൾ നമ്മൾ നോക്കി. അർജുനൻ്റെ സംശയം വീണ്ടും ജ്ഞാനയോഗമാണോ കർമ്മയോഗമാണോ തനിക്ക് ചേരുക, അത് നിശ്ചയമായി ഏക കാര്യത്തെ പറഞ്ഞാലും ഉപദേശിച്ചാലും എന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ പറയുകയുണ്ടായി. ഞാൻ ഇങ്ങനെ 2 കാര്യങ്ങളെ പറഞ്ഞു, ശരിയാണ്. പക്ഷേ കർമ്മയോഗപരമായി തുടരാതെ, ചിത്തശുദ്ധി നേടാതെ, കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ, അല്ലെങ്കിൽ കർമ്മയോഗത്തിലൂടെ അല്ലാതെ നൈഷ്കർമ്മ സിദ്ധിയെ അല്ലെങ്കിൽ ജ്ഞാനപ്രാപ്തിയെ സാധ്യമല്ല, മോക്ഷത്തെ സിദ്ധിക്കില്ല. അതുകൊണ്ട് എല്ലാവർക്കും ജ്ഞാനയോഗത്തിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഗുണത്തിനനുസരിച്ച് ഇപ്പം നീ തൽക്കാലം കർമ്മയോഗത്തിനാണ് അധികാരി, നീ രജോഗുണ പ്രധാനിയാണ്. അതുകൊണ്ട് നിനക്ക് കർമ്മയോഗമായി അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നിന്നെ ഘോരമായ യുദ്ധത്തിലേക്ക് ഞാൻ തള്ളിവിടുന്നില്ല. നിന്റെ ധർമ്മമാണത്, അത് നിന്റെ വാസനയാണ്. ആ വാസനക്ഷയമില്ലാത്തതുകൊണ്ട് അതിൽ പ്രവർത്തിച്ചേ തീരുള്ളൂ. അല്ലെങ്കിൽ നീ അതിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് മാത്രം സന്യാസം സാധ്യമല്ല. ആ സന്യാസത്തെക്കുറിച്ച് നമ്മളെ പൂർവ്വകാലത്തിലെ സന്യാസത്തെക്കുറിച്ചും ഇന്ന് കാലത്തെ സന്യാസം അങ്ങനെയുള്ളൊന്നും യാതൊന്നും ഇല്ല എന്നതിനെക്കുറിച്ചൊക്കെ കണ്ടു. എല്ലാം കർമ്മയോഗപരമായിട്ട്, കർമ്മയോഗത്തിനാണ് എല്ലാം. അതിന് സൗകര്യം, നമ്മുടെ താല്പര്യം അതിനനുസരിച്ച് ഏത് ആശ്രമങ്ങൾ, അത് അങ്ങ് ആശ്രമം എന്ന് പറയാൻ കൂടി സാധ്യമല്ല, ഏത് വേണിച്ചാലും സ്വീകരിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് ജീവിതം നയിക്കാം. കല്യാണം കഴിച്ചോ അല്ലാതെയോ, കുട്ടികളായോ ഇല്ലാതെയോ, സന്യാസം എന്നുള്ള ആ ഒരു ആശ്രമങ്ങളിലോ എങ്ങനെയൊക്കെ ജീവിച്ചാലും കർമ്മയോഗത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ചിത്തശുദ്ധിയിലൂടെ ജ്ഞാനപ്രാപ്തി. അപ്പോൾ ജ്ഞാനപ്രാപ്തന് പിന്നെ അതൊന്ന് നിഷ്കർമ്മ സിദ്ധിയായി. പിന്നെ അവിടെ കർമ്മങ്ങളൊന്നും അവരെ ബന്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കർമ്മങ്ങളില്ല ജ്ഞാനിക്ക്. അവിടെ അങ്ങനെ പിന്നെ ചോദ്യങ്ങളില്ല. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് എളുപ്പമാണ് ചർച്ച ചെയ്യേണ്ട അധികം ആവശ്യമില്ല. കാരണം അത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് നമ്മുടെ അതിനുള്ള വഴിയെക്കുറിച്ചാണ് കൂടുതൽ ചർച്ചകൾ നമുക്ക് ചെയ്യേണ്ടതും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുന്നതും. നമുക്കതിനെ ആ പ്രവൃത്തിപഥത്തിലേക്ക് നമ്മൾ ആ പറഞ്ഞു തന്ന ഉപദേശത്തെ കർമ്മയോഗമായത്തേലും മറ്റും നമുക്ക് പറഞ്ഞു തരുന്നതിനെ നമ്മുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട്. തത്വത്തെ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിൻ്റെ തത്വത്തെ ഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ല, അതിൻ്റെ നിഷ്ഠ വരണം. അല്ലെങ്കിൽ അത് നമ്മുടെ മോക്ഷത്തിന് കാരണമാകണമെന്നുണ്ടെങ്കിൽ ചിത്തശുദ്ധി തന്നെ. കാരണം നമ്മൾ വിഷയങ്ങളിലേക്ക് മനസ്സ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷയങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല. അഹംബുദ്ധിയോടുകൂടി വിഷയങ്ങൾ ചരിക്കുന്നു. വിഷയങ്ങളിൽ നിന്ന് ഫല ഇച്ഛയോടുകൂടി വിഷയങ്ങൾ പുറത്തോട്ട് ചെന്ന് അതിൽ ബന്ധനസ്ഥരാവുകയാണ് മനസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വിഷയരാമനായി നിന്നുകൊണ്ട് മുന്നേ പറഞ്ഞ പോലെ ആത്മാരാമനാവാൻ സാധ്യമല്ല. 2 തോണിയിലും കാലിട്ട് തുഴയാൻ സാധ്യമല്ല. അപ്പം എന്ത് ചെയ്യണം? വിഷയങ്ങളിൽ നിന്ന് വിനിവർത്തിക്കണം. വിഷയം നിന്ന് എങ്ങനെ വിനിവർത്തിക്കണം? നിയതമായ കാര്യങ്ങളെ മാത്രം ചെയ്തുകൊണ്ട് വിഷയങ്ങളോട് കാമനകളില്ലാതെ. അപ്പോൾ കർമ്മങ്ങളുടെ ഫലങ്ങളിൽ യാതൊരു തരത്തിലും നമ്മുടെ ഇച്ഛയ്ക്ക് കാരണമാകില്ല. ഇച്ഛ ഇതിനൊരു കാരണമല്ല. കർമ്മത്തിന് എന്തായാലും ഫലമുണ്ട്. അതിന് ഇച്ഛ എന്നതൊന്നും ഇല്ല. അതെല്ലാം നമ്മുടെ ഇച്ഛയ്ക്കെല്ലാം നടക്കുന്നത് എന്നതുകൂടി അറിഞ്ഞ് എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. അപ്പോൾ സംഘം ത്യക്ത്വ, അതാണ് കർമ്മയോഗം. എന്തിൻ്റെ സംഘം? കർമ്മഫലത്തിനോടുള്ള സംഘത്തെ വിട്ട്. പിന്നെ യോഗകർമ്മസു കൗശലം, ഈ 2 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സംഘം ത്യക്ത്വ, യോഗകർമ്മസു കൗശലം. എങ്ങനെയാണ് കർമ്മത്തിൽ കുശലത? സംഘത്തിലില്ല. പിന്നെ എനിക്ക് ഫലമില്ല എന്നെങ്കിൽ, ഫലത്തിൽ ഇച്ഛയില്ലെങ്കിൽ ഞാൻ കർമ്മം ചെയ്യാതിരിക്കണോ? അത് സാധ്യമല്ല. അപ്പോൾ കർമ്മം അനുഷ്ഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ജീവിതമാർഗം, അങ്ങനെ ജീവിക്കാൻ, സ്വന്തം ശരീരം നിലനിർത്താൻ അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ പോലും കർമ്മം ചെയ്തേ സാധ്യമാവൂ. അപ്പോൾ അങ്ങനെ ഇരിക്കെ അകർമ്മത്തിലേക്ക് പോകാതെ നിയതമായ കർമ്മം, വിധിക്കപ്പെട്ട കർമ്മം, അത് അന്നാണെങ്കിൽ വൈദിക കർമ്മമേ, ഇന്നാകുമ്പോൾ നമുക്ക് വിധിക്കപ്പെട്ട എന്താ നമ്മുടെ മുന്നിലുള്ള കർമ്മം, ആ കർമ്മത്തെ എങ്ങനെ ചെയ്യണം? ഈശ്വരാർപ്പണമായി ചെയ്യുക. അപ്പോൾ കർമ്മഫലത്തിന് ഹേതുവല്ല. ഞാൻ എൻ്റെ കർമ്മങ്ങൾ, അപ്പോൾ ഞാൻ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരും ഈശ്വരനല്ലോ. ഇത് തന്നെയാണ് കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു വദാചര. ഇവിടെ തന്നെയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ കർമ്മങ്ങൾ ചെയ്യണം, അതിനുള്ള അധികാരമുണ്ട്. അത് ചെയ്യാതിരിക്കാൻ, നല്ലവണ്ണം ചെയ്യാം, എങ്ങനെയും ചെയ്യാം. ആ കർമ്മത്തെ ഈശ്വരാർപ്പണമായി, അഹന്തയില്ലാതെ നിയതമായ കർമ്മത്തെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ കർമ്മഫലത്തിൽ ഇച്ഛ വേണ്ട, ആഗ്രഹങ്ങൾ വേണ്ട, അറിവ് മതി. അപ്പോൾ ഒരു കാറ് വേണം, എനിക്ക് കാറ് വേണമെന്ന് ഇച്ഛ കൊണ്ടല്ല വാങ്ങിക്കേണ്ടത്. അത് ഇച്ഛ വരരുത് അവിടെ. ഇച്ഛയല്ല, ഒരു കാറിൻ്റെ ആവശ്യകതയുണ്ട്. നമുക്ക് ഒരു ഉദാഹരണമായി പറയുകയാണ്.
ഒരു കാറ് കൊണ്ട് നമുക്ക് പോകാനും വരാനും ഒക്കെ അതിൻ്റെ ആവശ്യകതയുണ്ട്. വേറെ മറ്റുള്ള വെഹിക്കിൾ അങ്ങനത്തെ ഒരു ജോലിക്ക് പോകാൻ. അപ്പോൾ മറ്റേ ബസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് മതി, നമുക്ക് കാര്യങ്ങൾ നടന്നാൽ മതി. പക്ഷേ നമുക്ക് കാറിൻ്റെ ഒരു ആവശ്യമുണ്ട് കാര്യങ്ങൾക്ക് എന്നെങ്കിൽ, അതിൻ്റെ അറിവുണ്ടെങ്കിൽ, അതിന് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ വാങ്ങിക്കുക. അതല്ല അതിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികൾ അറിയുമെങ്കിൽ നേരായ വഴിക്ക് ആ സൗകര്യങ്ങൾ ഉണ്ടാക്കുക. അതാണ് ആരെയും കൊന്നിട്ടോ കട്ടിട്ടോ അല്ല. അപ്പോൾ നമ്മൾ ആ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. അപ്പോൾ കർമ്മങ്ങൾ ചെയ്യേണ്ട, കാര്യങ്ങൾ നേടണ്ട എന്നല്ല, നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും. അപ്പോൾ ഭക്ഷണം കഴിക്കണം, വിശപ്പുണ്ട്, വയറ് നിറയ്ക്കണം, ശരി. അപ്പോൾ അതിന് കഞ്ഞി കുടിച്ചാലും മതി, കഞ്ഞി സംബന്ധിയായാലും മതി, ശരി. നമുക്ക് ആരോഗ്യത്തിന് പറ്റുന്ന കാര്യങ്ങളാണ്, ശരി. പക്ഷേ പിസയെ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചിക്കൻ ബിരിയാണി കഴിക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ വല്ലതും അങ്ങനെ ഇഷ്ടപ്പെട്ട നാവിൻ്റെ രുചിയല്ല അവിടെ പ്രധാനമായിരിക്കുക. അല്ലെങ്കിൽ നാവിൻ്റെ രുചിക്കല്ല, വിശപ്പ് മാറുക. അപ്പോൾ അതിന് പറ്റുന്നത് കഴിക്കുക. നാവിൻ്റെ രുചി പറഞ്ഞാൽ ഇന്ന പറ്റാത്തത് കഴിക്കുക, അതില്ല. നമുക്ക് പറ്റുന്നതേ കഴിക്കുള്ളൂ. പക്ഷെ അതിന് ഒരു ഇതുണ്ടാവും, നിയമം ഉണ്ടാവും. അപ്പം അങ്ങനെ കാമ്യകർമ്മങ്ങളിലേക്ക് പോകാതെ, പണ്ട് കാമ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വൈദികമായ കർമ്മങ്ങൾ. അപ്പോൾ അവിടെ ആ വൈദികമായ കാമ്യകർമ്മങ്ങളിൽ അന്നുള്ളവർ നിത്യനൈമിത്യ കർമ്മങ്ങൾ കർമ്മയോഗമായി ചെയ്തു. ഇന്ന് കാമ്യകർമ്മങ്ങൾ, കാമനയോടുകൂടി കർമ്മങ്ങൾ ചെയ്യാതെ നമുക്ക് നിയതമായി ചെയ്യേണ്ടിയിരിക്കുന്ന വിധിപ്പെട്ട കർമ്മങ്ങൾ നമ്മളതിനെ കർമ്മയോഗപരമായിട്ട് സംഘം തെറ്റുക ധനഞ്ജയ എന്ന് പറയുന്നില്ലേ, അതാണ് ആ സംഘമില്ലാതെ കർമ്മ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ നമുക്ക് യാതൊരു ഇച്ഛയ്ക്ക് യാതൊരു കാരണമല്ല എന്നറിഞ്ഞ് ഇച്ഛ വിട്ട് അതിൽ അപ്പം തന്നെ നമുക്ക് കർമ്മഫലം നമ്മുടെ ഇച്ഛയ്ക്ക് ഇഷ്ടത്തിനോ അനിഷ്ടത്തിനോ എന്ത് ഫലമായാലും അത് നമ്മളെ ഇവിടെ തന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സമയം പോലും നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് യോഗപരമായിട്ട് ചെയ്തോളൂ. ആ കർമ്മയോഗമായി ചെയ്താലേ നമുക്ക് നൈഷ്കർമ്മ്യമായ സിദ്ധിയെ, അതല്ലെങ്കിൽ ആ മോക്ഷത്തെ സാധിപ്പൂ എന്ന് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. തുടർന്നുള്ള ശ്ലോകത്തിലെ നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യദേഹവശ കർമ്മ സർവ പ്രകൃതിചൈർഗുണൈഹി കശ്ചിത് ജാതു ക്ഷണമപി അകർമ്മകൃത് ന തിഷ്ടതിഹി. പക്ഷെ അത് തന്നെയാണ് പറയുന്നത്, ഒരു നേരമെങ്കിലും കർമ്മം ചെയ്യാതെ ഒരാൾക്ക് ഇരിക്കാൻ സാധ്യമല്ല. മിണ്ടാതിരുന്നാലും ശ്വാസം എടുക്കും, ഉള്ളിൽ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. കർമ്മേന്ദ്രിയങ്ങളെയൊക്കെ ഇതാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അങ്ങനെ എന്താ, സർവശഃ പ്രകൃതിജൈഹി ഗുണൈഹി അവശഃ കർമ്മകാര്യതേ. ഈ പ്രകൃതി ഗുണങ്ങൾ, അപ്പോൾ ഈ 3 ഗുണങ്ങൾക്കനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ശരീരം, മനോബുദ്ധികളെല്ലാം കർമ്മങ്ങളിലേക്ക് ജീവിച്ചിരിക്കെ നടക്കും. അപ്പോൾ ആ കർമ്മങ്ങൾ കർമ്മയോഗപരമായി ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കർമ്മങ്ങളെ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാം വിട്ടുപോയിട്ട് മിണ്ടാതിരിക്കുക പറഞ്ഞാൽ അത് നടക്കില്ല, സാധ്യമല്ല. അതെല്ലാം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന പോലും ഒരു കർമ്മമാണ്. ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്ന പോലും ഒരു കർമ്മമാണ്. ആ കർമ്മം എന്താണ്, നമ്മളെ ബന്ധനസ്ഥനാക്കുന്നത്, നമ്മളെ കപടന്മാരാക്കിയിട്ട് നമ്മളത് കർമ്മങ്ങളിൽ വിട്ടു നിൽക്കണു എന്നുള്ളതിൽ നമ്മൾ മറ്റൊരു മടിയനാക്കി തീർക്കുന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ കർമ്മങ്ങൾ, വേണ്ട കർമ്മങ്ങളെല്ലാം, ആവശ്യമായ കർമ്മങ്ങളെല്ലാം വിവേകത്തോടു കൂടി ചെയ്യേണ്ടതാണ്. അത് കർമ്മയോഗപരമായി ചെയ്യേണ്ടതാണ്. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. യഹ കർമ്മേന്ദ്രിയാണി സംയമ്യ മനസാ ഇന്ദ്രിയാർത്ഥൻ സ്മരൻ ആസ്തേ. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ, നമ്മൾ കാല്, കൈ ഇതുള്ള കർമ്മേന്ദ്രിയങ്ങളൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇന്ദ്രിയ വിഷയങ്ങളെ അല്ലെങ്കിൽ ശബ്ദാദി വിഷയങ്ങളെയൊക്കെ നമ്മളെ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആഗ്രഹങ്ങളൊന്നും പോയിട്ടില്ല, കാര്യങ്ങളെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മനസ്സുകൊണ്ട് പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും നമ്മൾ ശരീരം കൊണ്ടൊന്നും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ വെച്ച് കഴിയണമെങ്കിൽ സഹ വിമൂഢാത്മാ, ആ വിവേകം കെട്ടവൻ, മിഥ്യാചാര ഉച്യതേ, അവനെ കപടാചാരൻ, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഉപകരിക്കുന്ന ആചാരമുള്ളവൻ. അവൻ അങ്ങനെയൊക്കെ മിണ്ടാതിരുന്ന കർമ്മങ്ങളിലൊന്നും അങ്ങനെ ബന്ധനസ്ഥനാകുന്നില്ല എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അവൻ ബന്ധനസ്ഥനാണ്. മനസ്സാ അവൻ്റെ വിഷയങ്ങളോടുള്ള, അല്ലെങ്കിൽ അതിന്ന് വിട്ട് അവൻ്റെ മനസ്സിൻ്റെ ചിത്തശുദ്ധി വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുവോ അത് നമ്മളത് കർമ്മയോഗപരമായി ചെയ്ത് ചിത്തശുദ്ധിക്കായി സാധനയായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ എന്തുകൊണ്ട് എന്നെ ഈ ഘോരമായ യുദ്ധത്തിലേക്ക് എന്നെ എന്തിനാണ് തള്ളിയിടുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ തള്ളിയിടുന്നതല്ല, നിനക്ക് അത് വിട്ടു നിൽക്കാൻ സാധ്യമല്ല എന്നാണ് അർജുനെ ഉപദേശിക്കുന്നത്. കാരണം അർജുനെ യുദ്ധം ചെയ്യാൻ വേണ്ടി തള്ളിയിടുകയല്ല ഭഗവാൻ ചെയ്യുന്നതാണ്. ഇതേപോലെയാണ് നമ്മുടെ സ്ഥിതി നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെ ചിത്തശുദ്ധിക്കായിട്ട് പരിശ്രമിക്കണോ, ജ്ഞാനയോഗത്തേക്കോ. അപ്പം നമുക്ക് ചിത്തശുദ്ധിയാണ് ആവശ്യമെങ്കിൽ അതിനുള്ള വഴികളാണ് പറയുന്നത്. ആ വഴികളിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നതോ അത് അവരവരുടെ വ്യക്തിഗതമാണ്. അവരവർക്ക് അതിനുള്ള ഗുണം ചിത്തശുദ്ധി ഉണ്ടാവും.
വീഴ്ചകളെല്ലാം ഉണ്ടാവും. വീഴ്ചകളിൽ നിന്നും വീണ്ടും ഉണർത്തെഴുന്നേറ്റ് പരിശ്രമം, അതിനാണ് ഈശ്വര അനുഗ്രഹം അല്ലെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം, ഗുരുപ്രസാദമൊക്കെ വേണ്ടത്. നമുക്ക് വഴികളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും മാറി നമ്മുടെ വഴി മുടങ്ങാതെ മുന്നോട്ട് ആത്മീയമായ കാര്യങ്ങൾക്ക് പോകാൻ ഈശ്വരൻ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹമാണ് അവിടെയാണ് ആവശ്യം വരുന്നത്. അപ്പോൾ നൈഷ്കർമ്മസിദ്ധി അത് സ്വാഭാവികമായും ആത്മാവിൽ നൈഷ്കർമ്മസിദ്ധി ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ ആ പ്രാപ്തി, നമ്മുടെ ആ ബോധ്യം അല്ലെങ്കിൽ അതിൻ്റെ മോക്ഷനിഷ്ഠ അത് വരുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഉണരുന്നില്ല. അതിന് കാരണം നമ്മുടെ വിഷയാസക്തിയാണ്. ആ വിഷയങ്ങളുടെ ആസക്തി ഇല്ലാതാകുന്നതാണ് മോക്ഷത്തിലേക്കുള്ള പാത എന്നതാണ് ഇവിടെ പറയുന്നത്. യസ്തു ഇന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയ ഹി കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. അല്ലോ അർജുന, യഹ തു ഇന്ദ്രിയാണി മനസാ നിയമ്യ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ മനസ്സടക്കം ഇന്ദ്രിയങ്ങളിലൂടെ ഈ വിഷയങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ, അതിനെ നിയമ്യ ഒതുക്കിയിട്ട് കർമ്മേന്ദ്രിയ ഹി കർമ്മയോഗം അസക്തഃ ആരഭതേ, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുന്നു. പക്ഷെ എങ്ങനെ? കർമ്മയോഗം അസക്തഃ, കർമ്മയോഗത്തെ ഫലകാംക്ഷയില്ലാത്തവനായിട്ട്, അസക്തനായിട്ട്, ആസക്തിയില്ലാതെ ആരഭതെ ആരനുഷ്ഠിക്കുന്നുവോ സഹ വിശിഷ്യതയെ, അവൻ വിശിഷ്ടനാണ്, അവൻ വിശേഷതയാ ഗുണമുള്ളതാണ്, അതുകൊണ്ട് അവന് വിശിഷ്ടനാണ്. മറ്റേവനോ വെറും കർമ്മങ്ങളിൽ നിൽക്കാനോ അവൻ ദുഷ്ടനും, അവൻ സത്യത്തെ മനസ്സിലാക്കുന്നില്ല, അവൻ ദുഷ്ടമായ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അധപ്പതിക്കുന്നു. ഇദ്ദേഹം വിശിഷ്ടനാണ്, ഇദ്ദേഹത്തിൻ്റെ ആത്മീയമായ പുരോഗതി ഉണ്ടാകുന്നു. ആർക്ക്? കർമ്മയോഗം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ദ്രിയങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകും. അതുകൊണ്ടാണ് നമ്മളെ രഥത്തിൽ ഭഗവാൻ ഇരുന്നു കൊണ്ട് പഞ്ച ഇന്ദ്രിയങ്ങളെയും ഒതുക്കിക്കൊണ്ട് കടിഞ്ഞാണിലിട്ടുകൊണ്ട് ആ ബുദ്ധി കൊണ്ട് പിടിച്ച് ആ രഥത്തെ, ശരീരമാകുന്ന രഥത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കർമ്മയോഗങ്ങളിലേക്ക്. അത് ഇതാകും. അതിലിരുന്നുകൊണ്ട് ജീവൻ മുക്തനായിരിക്കുന്നു അവിടെ ഭഗവാന്റെ. ആ ഭഗവാൻ എന്നുള്ള ബുദ്ധി, ആ വിവേകം, അതാണ് അവിടെ ഇങ്ങനെ രഥകൽപ്പന. അതുപോലെ ഇവിടെ ഇങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം ഒതുക്കി അല്ലെങ്കിൽ നിയന്ത്രിച്ച് ഇന്ദ്രിയങ്ങളിങ്ങനെ വിഷയങ്ങളിലേക്ക് കാമ്യമായിട്ട് ഓടാതെ നിയതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിവേകപൂർവം കർമ്മയോഗപരമായി ചെയ്യുമ്പോൾ ചിത്തശുദ്ധിയും അതിലൂടെ നിനക്ക് മനസ്സമാധാനം അല്ലെങ്കിൽ ആത്യന്തികമായ മുക്തിയെ ഉണ്ടാക്കുന്നു. നിയതം ഗുരുകർമ്മത്വം കർമ്മജ്യായോ അകർമ്മണഃ ശരീരയാത്രാഭിചതേ ന പ്രസിദ്ധേത് അകർമ്മണഃ. ന പ്രസിദ്ധേ അകർമ്മണഃ, സാധ്യമാകില്ല. ന പ്രസിദ്ധേത്, എങ്ങനെ? അകർമ്മണ, അതായത് കർമ്മം ചെയ്യാതെ നിനക്ക് ശരീരയാത്ര പോലും സാധ്യമല്ല. ശരീരയാത്ര അഭി ച ന പ്രസിദ്ധേത്. എങ്ങനെ? കർമ്മം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂ? ശ്വാസം എടുക്കാതെ ജീവൻ നിലനിൽക്കുമോ? ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഉള്ളും പുറത്തും കൊണ്ട് കർമ്മങ്ങൾ ചെയ്തേ നടക്കൂ ജീവിതത്തിൽ. അങ്ങനെ ഇരിക്കെ എന്താണ്? ത്വം നിയതം കർമ്മകുരു, വിധിക്കപ്പെട്ട കർമ്മം ഫലേച്ഛയില്ലാതെ ചെയ്തോളൂ, കർമ്മയോഗപരമായി ചെയ്തോളൂ. വിധിക്കപ്പെട്ട, അല്ലാതെ കുറേ കർമ്മങ്ങൾ ഏറ്റി തലയിൽ വെക്കുന്നതല്ല കർമ്മയോഗം, അല്ലെങ്കിൽ കുറേ സത്കർമ്മങ്ങൾ ചെയ്യുന്നതല്ല കർമ്മയോഗം. ചെയ്യുന്നത് നിയതമായ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി ഫല ഇച്ഛയില്ലാതെ സ്വതന്ത്രമായിട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ആ വിധിക്കപ്പെടുന്ന കർമ്മം, ഇപ്പോൾ അച്ഛനാണ്, മകനാണ്, സഹോദരനാണ്, അല്ലെങ്കിൽ കുടുംബസ്ഥനാണ്, ഇതെല്ലാം ധാർമ്മികമായിട്ട് അതിനെ കൊണ്ടു നടത്തുക. ധർമ്മത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ധാർമ്മികമായിട്ട് അതിനെ കൊണ്ടു നടത്തുക. അപ്പോൾ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അധർമ്മത്തിൻ്റെ കൂടെ നിന്ന് അവിടെ കർമ്മയോഗം എന്ന് പറയാനും പറ്റില്ല. സത്കർമ്മങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്. എങ്കിൽ കൂടി ആ സത്കർമ്മങ്ങൾ കർമ്മയോഗപരമായി ചെയ്യൂ, വിധിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ കർമ്മ, ആ സത്കർമ്മം, ഈ സത്കർമ്മം, ഇതൊക്കെ കൊണ്ടു ചാടി, അതിൽ ചാടി, ഇതിൽ ചാടി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ കർമ്മഠന്മാരാ. അതൊക്കെ നമുക്ക് നമ്മുടെ ഇച്ഛയാണ്. അതൊക്കെ അങ്ങനെ കിട്ടണം, ഇങ്ങനെ കിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെ ഇച്ഛ കൊണ്ടാണ് നമ്മൾ ഓരോ കർമ്മങ്ങളിലേക്ക് ഓടുന്നത്. ഇവിടെ കർമ്മങ്ങൾ ഓടുന്ന ഇച്ഛയല്ല, അവിടെ വിധിക്കപ്പെട്ട് നിയതമായ കർമ്മങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ്. അതിനെ ചെയ്തുകൊണ്ട് അതെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതിന് രണ്ടിൻ്റെയും വ്യത്യാസം വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇതിനേക്ക് കൂടുതൽ വഴികളിലാണ് നമുക്ക് കൂടുതൽ വ്യക്തതയില്ലാത്തത്. ആ വ്യക്തത വരുമ്പോഴേ ആ വഴികളും വ്യക്തമാവുള്ളൂ, അതിലൂടെ നീങ്ങാനും സാധ്യമാകുള്ളൂ. അപ്പോൾ അങ്ങനെ വിഷയങ്ങളിൽ പെടാതെ, വിഷയേച്ഛകളില്ലാതെ നിയതമായ കർമ്മത്തെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഈ നീങ്ങണം. കാരണം കർമ്മമില്ലാതെ ഒരിക്കലും ഒരു ജീവൻ പോലും നിലനിൽക്കില്ല എന്നാണ്. കർമ്മം ചെയ്തേ തീരൂ. അപ്പോൾ പിന്നെ അങ്ങനത്തെ കർമ്മങ്ങളോ? അപ്പോൾ എന്തുകൊണ്ട് കർമ്മയോഗം നല്ലതാകുന്നു?
കർമ്മം അകർമ്മണഃ ധ്യായഃ. കർമ്മം, ഈ കർമ്മയോഗം എന്നുള്ളത് കർമ്മം ചെയ്യുന്നത് അകർമ്മം, അതായത് കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കർമ്മം ചെയ്യുന്നതാണ് ശ്രേഷ്ഠം. അപ്പം അതിനെ എന്ത് ചെയ്യുക? കർമ്മയോഗമായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് മനഃശുദ്ധിയെ ഉണ്ടാക്കൂ എന്ന് ഭഗവാൻ ഇവിടെ ഒന്നുകൂടി ഉറപ്പിച്ച് അർജുനന് വേണ്ടിയിട്ട്, അത് നമ്മളെ പോലെയുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഉണക്കവർഗൻ്റെയും പച്ചവർഗൻ്റെയും ഉദാഹരണം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു മുന്നേ. ഉണക്കവർഗന് പെട്ടെന്ന് കത്തും, പച്ചവർഗ് കത്തില്ല. പച്ചവർഗ് ചൂടായിക്കൊണ്ടിരിക്കണം. ഇത് തന്നെയാണ് സ്ഥിതി. നമ്മുടെ യോഗ്യത, നമ്മൾ ഏത് വഴിക്കാണെന്നുള്ളത് നമുക്ക് നന്നായി മനസ്സിലാവാൻ പറ്റും. നമ്മൾ ആവാതിരിക്കുക, വിദ്യാചാരന്മാർ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാതിരിക്കുക. നമുക്ക് എന്ത് പറഞ്ഞിരിക്കുക, എന്താണ് നമുക്ക് യോഗ്യമായത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം, അത് നമ്മൾ ചെയ്യുക. അല്ലാതെ ഒരു ഷോർട്ട് കട്ട് ഒന്നും ഇതിനില്ല എന്നതാണ് ഭഗവാൻ. മോക്ഷത്തിന് നമ്മൾ ഷോർട്ട് കട്ടാണ് നോക്കുന്നത്, അത് നടക്കില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതെങ്ങനെയാണ് ആത്മീയത എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ചെറു വീഡിയോയിൽ ശ്രദ്ധിക്കാവുന്നതാണ്. നമസ്കാരം.